ഡൽഹിയിൽ അതിശൈത്യം, കനത്ത മൂടൽമഞ്ഞ് വ്യോമ റെയിൽ ഗതാഗതത്തെ ബാധിക്കുന്നു. ഉത്തരേന്ത്യയിലെ 9 വിമാനത്താവളങ്ങളിൽ ദൃശ്യപരിധി പൂജ്യമാണ്. PR അരവിന്ദ് ചേരുന്നു. അരവിന്ദ്, രാവിലത്തെ ലൈവിൽ തന്നെ നമ്മൾ കണ്ടതാണ്. അതിശൈത്യമാണ്, ഗതാഗതം സ്തംഭിക്കുന്നു എന്നുള്ളതാണ് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. ഏതൊക്കെ ഭാഗങ്ങളിലാണ് കൂടുതൽ മഞ്ഞ് കാരണമുള്ള പ്രതിസന്ധി? തന്നെ ഞാനിപ്പോൾ നിൽക്കുന്നത് ഡൽഹിയിലെ കേരള ഹൗസിലാണ്. ഇവിടെ നമ്മൾ കാണുമ്പോൾ തന്നെ എത്രത്തോളം ക്യാമറയിലൂടെ കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഇവിടെ ഒന്നും തൊട്ടടുത്ത് നിൽക്കുന്നവരെ പോലും കാണാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ നമ്മുടെ ഫ്രെയിമിൽ കാണുന്ന കൊച്ചിയിലെ കേരള ഹൗസിലെ കൊച്ചിൻ ഹൗസാണ്. കൊച്ചിൻ ഹൗസൊക്കെ ജസ്റ്റ് ഇവിടെ നിൽക്കുമ്പോൾ നമുക്കൊന്ന് കാണാൻ പറ്റുന്നത് തരത്തിൽ മാത്രമാണ്. വലിയ രീതിയിലുള്ള മൂടൽമഞ്ഞാണ് ഇന്ന് രാവിലെ മുതൽ ഡൽഹിയിലെ വിവിധ മേഖലകൾ അനുഭവപ്പെടുന്നത്. കാഴ്ചപരിധി പൂർണ്ണമായും കുറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ വ്യോമ, അതുപോലെ തന്നെ റോഡ് ഗതാഗതം, ട്രെയിൻ ഗതാഗതം പൂർണ്ണമായും താറുമാറായ ഒരു അവസ്ഥയിൽ തന്നെ തുടരുന്നു. നിരവധി വിമാനങ്ങളാണ് വിമാനത്താവളത്തിൽ നിന്ന് അടക്കം വൈകി ഓടുന്നത്. ഉത്തരേന്ത്യയിലെ മിക്ക വിമാനത്താവളത്തിൽ, ഏകദേശം 9 വിമാനത്താവളത്തിലും വൈകിയാണ് വിമാനങ്ങൾ സർവീസ് ചെയ്യുന്നത്. ഡൽഹിയിലേക്കുള്ളതും അതുപോലെ തന്നെ ഡൽഹിയിൽ നിന്നുമുള്ള നിരവധി ട്രെയിനുകൾ വൈകി ഓടുന്നുണ്ട്. ഇതുകൂടെ തന്നെ റോഡ് യാത്രക്കാർ പരമാവധി ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശമാണ് ഇപ്പോൾ സർക്കാർ മുന്നോട്ട് വച്ചിരിക്കുന്നത്. കാരണം റോഡ് അപകടങ്ങളെയും കനത്ത മൂടൽമഞ്ഞ് കൊണ്ട് തന്നെ കാഴ്ചപരിധി പലയിടങ്ങളിലും പൂജ്യമായി കുറഞ്ഞിട്ടുണ്ട്. ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ഇപ്പോൾ അവിടെ നിൽക്കുന്നവരെ പോലും നമുക്ക് കാണാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ ഡൽഹിയിൽ നിലവിലുള്ളത്. രാവിലെ മുതൽ തന്നെ കനത്ത മൂടൽമഞ്ഞ് അനുഭവപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഇത്തരമുള്ള അതിശൈത്യം രൂക്ഷമാകുമെന്ന് തന്നെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകും. അതുകൊണ്ട് തന്നെ എല്ലാവരും പരമാവധി ജാഗ്രത പാലിക്കണം. റോഡ് യാത്രക്കാർ പരമാവധി ജാഗ്രത പാലിക്കണം. കാരണം നിരവധി റോഡ് അപകടങ്ങളാണ് ഈ കനത്ത മൂടൽമഞ്ഞിനെ തുടർന്നുണ്ടാകുന്നത്. കാഴ്ചപരിധി പലയിടങ്ങളിലും പൂജ്യമായി കുറഞ്ഞിട്ടുണ്ട്. പരമാവധി ഫോഗ് ലാമ്പുകളും അതുപോലെ തന്നെ ശ്രദ്ധിച്ച് മാത്രം വാഹനം ഓടിക്കണമെന്നൊരു നിർദ്ദേശം കൂടി ഇപ്പോൾ സർക്കാർ മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഡൽഹിയിലെ കാര്യത്തിലേക്ക് വരുമ്പോൾ വായു മലിനീകരണം കൂടി ഗുരുതരമായി തുടരുന്നത് ഡൽഹിയിലെ ജനങ്ങളെ വലിയ രീതിയിൽ ആശങ്കയിലാക്കുന്നുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് നിരവധി പേരാണ് ആശുപത്രിയിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഡൽഹിയിലെ സാഹചര്യം വളരെ ദുസ്സഹമായി തന്നെ തുടരുന്നു. ജനജീവിതം പൂർണ്ണമായും താറുമാറായി, വ്യോമ, റോഡ്, റെയിൽ ഗതാഗതവും പൂർണ്ണമായും താറുമാറായ അവസ്ഥയിൽ തന്നെയാണ് തുടരുന്നത്. ധന്യ.